ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥ്യത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാളെ മകരച്ചൊവ്വയാണ്. എന്താണ് മകരച്ചൊവ്വയുടെ ഐതിഹ്യം? ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ് മകരം, അതായത് ചൊവ്വ ബലവാനാകുന്ന രാശി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മകരമാസത്തിലെ ആദ്യ ചൊവ്വ കേരളീയർ ആചരിക്കുന്നു. യുഗ്മരാശിയായ മകരം ഭദ്രകാളി ദേവിക്ക് പ്രാധാന്യമുള്ള കാലമാണ്. ചൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ്. യുഗ്മരാശി ഭദ്രകാളിയെയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്, അതായത് ചൊവ്വ ബലവാനാവുന്ന രാശി. അതുകൊണ്ട് പ്രത്യേകിച്ചും മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച കേരളീയർ ആചരിക്കുന്നു. പ്രാചീന കാലം മുതൽക്കു തന്നെ കേരളത്തിലാകമാനം കാവുകളിൽ പരദേവതയും കുലദേവതയായും ആദിചാരമാരണ രോഗദാരിദ്ര്യനാശനത്തിനും ദേശത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് കാവിലമ്മയായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ദൈവസങ്കല്പമാണ് കാളി. ദശമഹാവിദ്യകളിൽപ്പെട്ട മന്ത്രമൂർത്തിയാണ് കാളീദേവി. കവിതിലകനായ കാളിദാസൻ്റെ കഥയും കൊടുങ്ങല്ലൂരമ്മയുടെ ദാസനായ കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ പാണ്ഡിത്യവും കാളീദേവി സരസ്വതി ദേവി തന്നെയാണ് എന്നതിനൊരു തെളിവാണെന്നാണ് പറയുന്നത്. ഭദ്രം കരോതി ഇതി ഭദ്രകാളി, മംഗളത്തെ ചെയ്യുന്ന മംഗളസ്വരൂപിണിയാണ് കാളിയമ്മ. ഇനി നോക്കൂ, ജാതകപ്രകാരം യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ നിത്യവും പ്രത്യേകിച്ച് ചൊവ്വാദശാകാലത്തും ഭദ്രകാളിയെ ഭജിക്കണം എന്നാണ് പറയുന്നത്. മകരച്ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനം, അതിമധുര പായസ നിവേദ്യം ഇവയെല്ലാം നടത്തുന്നത് ചൊവ്വാദോഷത്തിന് പരിഹാരമാണ്. ചൊവ്വ ഈ ലഗ്നം 4, 5, 9 ഇവകളിൽ ഉള്ളവർ സൗമ്യമൂർത്തിയായ ഭദ്രകാളിയെ ഭജിക്കുന്നത് ഉത്തമമാണെന്നാണ് പറയുന്നത്. എന്നാൽ 2, 7, 10, 11 ഇവകളിൽ ചൊവ്വ നിൽക്കുന്നവർ സുമുഖി കാളി അല്ലെങ്കിൽ അഞ്ചലചല നിഭ എന്ന ധ്യാനത്തിലുള്ള ഭഗവതിയെ ഭജിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നു. 3, 6, 8 ഇവയിലുള്ളവർ കൊടുങ്കാളി, കരിങ്കാളി, കാളീമേഘ സമപ്രഭാം ഇത്യാദികളെയും ഇനി തമോ ഗുണാധിക്യമുള്ള പ്രതിഷ്ഠാമൂർത്തികളെയും ഭജിക്കുന്നതാണ് ഉത്തമമെന്നാണ് പറയുന്നത്. എന്നാൽ ഏതു തരക്കാർക്കും പൊതുവായിട്ട് കാളി മേഘസമപ്രഭാം എന്ന ധ്യാനസങ്കല്പ പ്രതിഷ്ഠയെ ആരാധിക്കാമെന്ന് പറയുന്നുണ്ട്. തികഞ്ഞ ഭക്തിയോടുകൂടി, പരിഭ്രമിക്കാതെ, ഭക്തിവിശ്വാസത്തോടുകൂടി അമ്മയെ ആരാധിച്ചാൽ മതി. ഭക്തിവിശ്വാസാദികൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ഇനി അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയുള്ള ഒരാൾ, അതായത് പ്രത്യേകിച്ചും കാളി ഭക്തൻ എന്ന് തന്നെ പറയാം. സ്ത്രീകളെ നിന്ദിക്കുവാനോ ഉപദ്രവിക്കുവാനോ അവരോട് കളവ് പറയുവാനോ അല്ലെങ്കിൽ അഹിതം പറയുവാനോ പാടില്ല. കാരണം ഭദ്രകാളി കോപം തീർച്ചയായും ലഭിക്കും. സ്ത്രീണാം നിന്ദാം പ്രഹരം ച കൗട്ടില്യം വ അപ്രിയം വച ആത്മനോഹിതമന്വിച്ചൻ കാളി ഭക്തോ വിവർജയൻ എന്നാണ് പറയുന്നത്. മകരച്ചൊവ്വയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ളത് സാധിക്കും. ഇത് ഉറപ്പാണ്. ഭദ്രകാളി ആരാധനയിൽ ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ് മകരച്ചൊവ്വ, അതായത് മകരമാസത്തിലെ 38 ചൊവ്വാഴ്ച, ആദ്യത്തെ ചൊവ്വാഴ്ച. നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ ദേവീക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ ഉത്സവ ദിവസമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആചരിക്കുന്നുണ്ട്. ദേവാരാധനയിൽ പ്രധാനമായ ഉത്തരായണ പുണ്യകാലം ആരംഭിക്കുന്നത് മകരസംക്രമത്തോടു കൂടിയാണ്. ചൊവ്വാഴ്ചയാവട്ടെ പ്രത്യേകിച്ചും ഭദ്രകാളി ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും. അതുകൊണ്ട് തന്നെയാണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയ്ക്ക് പ്രാധാന്യം ഏറുന്നത്. ഈ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നതും ഐശ്വര്യപ്രദവും ദോഷനാശകവുമാണ്. മാത്രമല്ല, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, നന്മയുള്ള ഏതൊരാഗ്രഹമാണെങ്കിലും ദേവി സാധിച്ചു തരികയും ചെയ്യും. അപ്പോൾ നാളെ എല്ലാവരും സർവൈശ്വര്യത്തിനും അമ്മയുടെ സഹായം ഉണ്ടാകുവാനും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ ഭദ്രകാളി നമഃ.